ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇഫ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സിൻടാക്സ് വളരെ സിമ്പിളാണ്. സോ ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ, ഇഫ് ബ്രാക്കറ്റ്സിനുള്ളിൽ എഴുതുക കണ്ടീഷൻ, അത് കഴിഞ്ഞിട്ട് ആ കണ്ടീഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫർദർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കേർലി ബ്രാക്കറ്റ്സിനുള്ളിൽ വരും. നെക്സ്റ്റ് ബ്ലോക്കാണ് എൽസ്. സോ ഇൻ കേസ് ഇഫ് കണ്ടീഷൻ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ എൽസ് ബ്ലോക്കിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും. സോ അതേപോലെ എൽസ് ബ്രാക്കറ്റിന് ഒരു കണ്ടീഷൻ ഇല്ല. നമ്മൾ ഒരേ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഇഫ് കണ്ടീഷനിൽ വരും. ഇഫ് കണ്ടീഷൻ ഫെയിൽ ആയാൽ എൽസിൽ വരും. സോ ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ കണ്ടീഷൻ റൺ ചെയ്ത് നോക്കാം. സോ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് എ. അതിലൊരു വാല്യൂ അസൈൻ ചെയ്യാം, എ ഈക്വൽസ് ടു 5. സോ ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന കണ്ടീഷനാണ് ഇഫ് എ ഈക്വൽസ് 5. സോ ഇത് ചെക്ക് ചെയ്യും വെദർ എ ഈക്വൽസ് ടു 5. സോ ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതും പ്രിൻറ്റ് എഫ് കറക്റ്റ്. അതേപോലെ അത് ഇൻ കേസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എൽസ് ബ്ലോക്കിൽ ഇൻകറക്റ്റ്, പ്രിൻറ്റ് എഫ് ഇൻകറക്റ്റ്. സോ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എൽസ് എഫ് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തെടുക്കാം. അത് നമ്മൾ പിന്നെ നോക്കാം. സോ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തേക്കാം, പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കി ഔട്ട്പുട്ട് കറക്റ്റ്, എ ഈക്വൽസ് 5. നമ്മൾ ഇഫ് കണ്ടീഷൻ എ ഈക്വൽസ് ടു 5 മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് അത് ഇഫ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. സോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. സോ കണ്ടീഷനിൽ ഇഫ് എ ഈക്വൽസ് വെദർ എ ഈക്വൽസ് ടു 6, അത് ഇൻകറക്റ്റ്. സോ നമ്മളിപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഔട്ട്പുട്ട് ഇൻകറക്റ്റാണ് വരേണ്ടത്. സോ ഇൻകറക്റ്റ് വന്ന്. സോ ഇതാണ് ബേസിക് ഇഫ് എൽസ് ബ്ലോക്ക്. സോ നിങ്ങൾക്ക് ഇഫ് കണ്ടീഷൻ, അതിൻ്റെ ഉള്ള കർലി ബ്രാക്കറ്റ്സ്, അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് കർലി ബ്രാക്കറ്റ്സ്, അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി